ഞാനിപ്പോൾ ഇന്നിവിടെ പറയാൻ പോണത് ഒരു വെറൈറ്റി സംഭവമാണ്. കാരണം വെച്ചാൽ ഭക്ഷണമല്ല, ഇപ്പം മരുമകൾ പ്രസവിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ മലപ്പുറം ജില്ലയിൽ ഒരു പരിപാടി ഉണ്ട്. പ്രസവിച്ചതിൻ്റെ 3-ൻ്റെ അന്ന് ബെഡ്ഷീറ്റും പിന്നെ അതുപോലെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചാൽ ആ ബെഡ്ഷീറ്റ് ഞാൻ ഡിസൈൻ ചെയ്യാമെന്ന് ആദ്യം തന്നെ തീരുമാനിച്ച് നോമ്പിൻ്റെ മുന്നേ തന്നെ എല്ലായിടത്തും റെഡിയാക്കി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ലോക്ക്ഡൗണൊക്കെ ഭയങ്കര കർശനമായിട്ടൊക്കെ വന്നു. ആ സമയത്ത് ഞാനൊരു ബെഡ് ചെയ്താലോ എന്ന് മനസ്സിൽ വന്നിരുന്നു. അപ്പോഴാണ് എനിക്ക് ഒരു ഊഹം വന്നത്, ആ ബെഡും ബെഡ്ഷീറ്റിൻ്റെ ഡിസൈനിൽ തന്നെ ചെയ്താലോ എന്ന്. അപ്പം അങ്ങനെ എന്തിനു പറയുന്നത് ചെയ്ത് വന്ന് മാക്സി പമ്പേഴ്സ് വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് തൊട്ടി തുണിയും ബെഡ്ഷീറ്റൊക്കെ ആദ്യം ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. ബെഡൊക്കെ ആദ്യമായിട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ നാട്ടിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കൊട്ടയൊക്കെ എടുക്കും. അപ്പോൾ ആ കൊട്ടയും അതേമാതിരി ചെറിയൊരു കൊട്ട അതൊക്കെ ഇതിന് ഏകദേശം മേച്ചായ പോലെ എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് കണ്ടുവരാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇത് കാണിച്ചു തരാം. ബെഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു കട്ടിയുള്ള പീസ് സ്പോഞ്ചാണ് എടുത്തിട്ടുള്ളത്. അത് ഒറ്റ പീസ് കിട്ടും, അങ്ങനെ കാക്ക വാങ്ങിച്ചു തന്നതാണ്. അതേപോലെ നൈസായിട്ട് ഇത് കുട്ടികളെ മേത്ത് തട്ടിയാൽ പോലും, ചെറിയ കുട്ടികളെ മേത്ത് തട്ടിയാൽ പോലും ഒന്നും അറിയാൻ പറ്റൂല. 1/4 ഇഞ്ച് പോലും ഇല്ല. പക്ഷെ ഇങ്ങനെ നിൽക്കി ഒന്നുമില്ല. അത്രക്കും നൈസായ 2 പീസ് എടുത്തിട്ട് പിന്നെ അത് ചതുര ഭാഗമായിരുന്നു. അപ്പൊ ഞാൻ അത് എന്ത് ചെയ്തിട്ടാല് ഒരു ബെഡിന്റെ പോലെ ആക്കിയെടുത്തിട്ട് ഈ നീളം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. അപ്പൊ ഞാൻ കാണിച്ചു തരാം ബെഡ് എങ്ങനെയാണെന്ന്. അപ്പൊ ഇതാണ് നമ്മളെ ബെഡ്. ഇത് ഞാൻ ഇങ്ങനെ കൊണ്ടുപോകാനൊരു സൗകര്യത്തിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കയറ് വെച്ചു. ഇതാണ്. അപ്പൊ നമ്മൾ ബെഡൊന്ന് തുറന്നു നോക്കുക. അപ്പൊ ഞാൻ ഇതേപോലെ ഇതൊക്കെ ഒട്ടിച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബെഡ്. അപ്പൊ ഒരു കുഞ്ഞി തലയണയും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഈ നമ്മള് ഉപയോഗിക്കുന്ന സമയത്ത് ഇതായി കയറൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്ത് ഇവിടെ ഒട്ടിപ്പുണ്ട്. ആ ഒട്ടിപ്പുണ്ട് വെച്ച് കൊടുത്താൽ കയറൊന്നും നമുക്ക് കാണൂല. അപ്പൊ കണ്ടോ? അപ്പൊ ഇങ്ങനെ ആക്കിയെടുക്കാം. യൂസ് ചെയ്യാത്ത സമയത്ത് അങ്ങനെ ചെയ്യാം. പിന്നെ ഈ കുട്ടികൾക്ക് നമ്മൾ സാധാരണ തലേന് വെച്ച് കൊടുക്കുമ്പോൾ 2 സൈഡിലും തുണി വെച്ച് കൊടുക്കാറുണ്ട്, കുട്ടീൻ്റെ തല 2 സൈഡിലേക്കും പോവാതെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഈ കട്ടില്ലാത്ത സ്പോഞ്ച് കൊണ്ട് തന്നെ ചെറിയൊരു തലയണ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഒട്ടിച്ച് കൊടുക്കാനുള്ളൊരു ഒട്ടിപ്പ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേറെ കുറച്ചും കൂടി കനാണ് കുട്ടിക്ക് തലേൻ്റെ സൈഡിൽ വേണ്ടതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതാ പോക്കറ്റ് പോലെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് തുണിയും കൂടി വെച്ച് കൊടുക്കാം. അപ്പം അങ്ങനെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് നമ്മുടെ ആ കനം കുറഞ്ഞ സീറ്റാണ്. ഇത് ഈ നീല കാണാൻ വേണ്ടിയിട്ട് ഈ സൈഡ് ഇതാ ഇവിടെ കുറച്ച് സ്ഥലം വിട്ടിട്ട്, അപ്പം നമ്മളെ ബെഡ് പോലെ കാണാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സ്ഥലം വിട്ടിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അതിന് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത് വെച്ചാൽ ഇതിന് കൊതുക് വലൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ സിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ തുറന്ന് കൊടുക്കാം. അപ്പോൾ ഇതാ ഇങ്ങനെ തുറന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു വയസ്സായ കുട്ടിക്ക് വരെ എടുക്കാൻ പറ്റും. അപ്പം ഞാൻ ചെയ്തപ്പോൾ കുറച്ച് വലുതാണല്ലോ, എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാം. അപ്പം അങ്ങനെ തന്നെ ചെയ്തെടുത്തതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലും ഞാൻ വേറൊരു തുണി വെച്ചിട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 2 കട്ടിയിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ വേറൊരു ഉപയോഗം എന്താ വെച്ചാൽ ഇത് നമുക്ക് വാഷിംഗ് മെഷീനിൽ കഴുകിയെടുക്കാൻ പറ്റും. ബെഡിൻ്റെ കവറൊന്നും കഴിക്കാതെ തന്നെ നമ്മൾക്ക് നല്ലവണ്ണം ഇതാക്കി കൊടുത്താൽ വാഷിംഗ് മെഷീനിൽ നല്ലവണ്ണം കഴുകിയെടുക്കുക, പെട്ടെന്ന് ഉണങ്ങി കിട്ടും ചെയ്യും. അപ്പോൾ നമ്മളിത് അടച്ചിടാം. ഇനിയിപ്പോൾ ഇതിങ്ങനെ കുട്ടി യൂസ് ചെയ്യണില്ലാന്ന് ചോദിക്കും, നമ്മളിതിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അടച്ച് ചെയ്താൽ ഈ സിപ്പ് ഇതേപോലെ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ട, ഞാൻ കുറച്ചിങ്ങനെ തള്ളിയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ വേണ്ടാന്ന് വെച്ചെങ്കിൽ ഈ സൈഡിൽ നിന്ന് തന്നെ വെച്ച് കൊടുക്കട്ടോ. ഈ സൈഡിൽ നിന്ന് തന്നെ ഞാൻ കുറച്ച് തള്ളിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താണ്, ആ സൈഡൊന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ നമ്മളിതിന്റെ ഉപയോഗം കഴിഞ്ഞാൽ ഇങ്ങനെ ചെറുതാക്കി മടക്കണിയും കാട്ടിയും കുറച്ചുകൂടി എനിക്ക് സേഫ്റ്റി ആയി തോന്നിയത്. അപ്പൊ നമ്മളിതിന്റെ ഉള്ളിൽ സാധനങ്ങൾ വെച്ച് ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് കോട്ടയത്തേക്കൊക്കെ പോവാനുള്ളതാണ്. അപ്പൊ നമ്മളിതിന്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് 3 ആക്കിയിട്ട് മടക്കി കൊടുക്കാം. അപ്പൊ ഇത് തുറക്കട്ടെ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഈ കയറൊക്കെ എടുത്ത് ഇനിയിപ്പോ നിങ്ങൾക്ക് ഇത്ര കയറ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളെ സൗകര്യം പോലെ ചെറുതാക്കിയിട്ടും ചെയ്തു കൊടുക്കാം.
ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. ഇപ്പം ഇത്രയും കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഇത്ര കയറ് ഒഴിവാക്കിയിട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ പിന്നെ സ്പോഞ്ചിന് മടക്കൊന്നും വരരുത് വിചാരിച്ചിട്ടാണ് കൂടുതൽ കയറിട്ട് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങളെ സൗകര്യം പോലെ ചെയ്യാം. അപ്പം ഇങ്ങനെ ആവുമ്പോൾ കണ്ട ഇത് ഇനിയിപ്പോൾ എണ്ണ വെച്ച് കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഈ സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ട് അതിന് സീറ്റ് ഇട്ടുകാണ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാത്തിനും യൂസ് ആവും. അപ്പോൾ ഇത് ഞാൻ അടുത്തത് കാണിച്ചു തരാം. ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്യാണ് കേട്ടോ. പമ്പേഴ്സ് ആണ് ഇതിൻ്റെ. ഞാൻ പറഞ്ഞാൽ ഇതും ഇതേ തുണി തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ കളർ ചേഞ്ച് നിങ്ങൾക്ക് വ്യത്യാസം വരുന്നത് എന്താ വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇത് ഇതേമാതിരി കുട്ടിക്ക് വാങ്ങിയ കൊട്ടയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ കളറ് ഒരേപോലെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ ഞാൻ റോസ് എനിക്ക് നീല കിട്ടിയില്ല കേട്ടോ. നീല കിട്ടിയാലും ഇതുണ്ട് റോസാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ ഈ 2 മീറ്ററിൻ്റെ റോസ് സീറ്റ് വാങ്ങിയിട്ട് ഈ പമ്പേഴ്സിൻ്റെ പോലെ തന്നെ വിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു തുണി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സ്പോഞ്ചൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു സെറ്റ് തുണി തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും. കുറച്ചും കൂടി ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അഥവാ ഇതിൽ മൂത്രം ആയാൽ തന്നെ ഈ സൈഡിലേക്ക് വരില്ല. എന്നുവെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു സീറ്റ് ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പുറത്തേക്ക് ഒരിക്കലും വരില്ല. പിന്നെ അത് ഞാൻ നെറ്റിൽ നോക്കിയിരുന്നു. നെറ്റിൽ നോക്കിയിട്ട് ആ ഐഡിയയിൽ തന്നെയല്ല ചെയ്തത്. പിന്നെ ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ വെട്ടിയ സമയത്ത് ഇവിടെ കാക്കി കുട്ടികളൊക്കെ പറഞ്ഞ് ഇത് വലിയ പമ്പേഴ്സാണ്, ഇത് ഇപ്പോൾ കുട്ടികൾക്ക് കെട്ടാൻ പറ്റൂലാണ്. അപ്പം ഞാൻ ചെറുതായിട്ട് 2 തയ്ച്ചെടുത്തു. അപ്പോൾ ഇതാണ് കണ്ടോ. ഇനിയിപ്പോൾ കുട്ടി കുറച്ച് വലുതായാൽ തന്നെ ഇങ്ങനെ ഇവിടെ നീട്ടി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതേമാതിരി ഇത് എത്ര ആയാലും ഇങ്ങനെ വലുതാക്കി യൂസ് ചെയ്യാം. ഇപ്പോൾ ഇതേമാതിരി നല്ല ചെറുതാക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വേണ്ട. അപ്പം ഇത് വലിപ്പം കൂടുതലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതിമ്മലാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ ഈ സീറ്റ് തന്നെ ഒന്ന് ചെറുതാക്കിയൊക്കെ വെട്ടി ഒരു ഓവൺ ഷേപ്പിലൊക്കെ ആക്കിയിട്ട് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കി. ഇതിൻ്റെ ഉള്ളിലും ഞാൻ സീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഇത് 8 പീസ് ഉണ്ട്. അപ്പോൾ 8 പീസ് വെച്ചുകാണ് ചെയ്ത് കൊടുത്താണ്. പക്ഷെ ഒട്ടിപ്പൊന്നും വെച്ചിട്ടില്ല. ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ ചെറിയ കുട്ടിയല്ലേ, കിടന്ന് കണ്ട് അറിഞ്ഞു ഇതൊന്നും പോകും എന്തായാലും ചെയ്യില്ല. ഇതിൻ്റെ ഉള്ളിലും സീറ്റ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലും ഇതെന്താ വെച്ചാൽ ഈ ഭാഗമാണ് മേൽഭാഗം വരുന്നത്. അപ്പോൾ ഇതാണ് അടിഭാഗം. ഇതാണ് അടിഭാഗം. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഇതിൻ്റെ നേരെ അടിയിൽ ഒരു സീറ്റ് ഉണ്ട്. ഇതിന് ഈ 8 പീസ് ഉള്ളതിൽ 7 പീസിൻ്റെ ചോടയാണ് ഈ ഒരു സീറ്റ് വന്നിട്ടുള്ളത്. അതിന് ശേഷമാണ് അപ്പോൾ ഇത് 9ാമത്തെ പീസായിരിക്കും. 9ാമത്തെ പീസ് വെച്ചിട്ടുള്ളത്. അപ്പോഴും മൂത്രം ഇതിൽ നിന്ന് പുറത്തേക്ക് വരാൻ തന്നെ പ്രയാസമാണ്. എന്നുവെച്ചാൽ ഇതിൽ തന്നെ നിൽക്കും. അഥവാ ഇതിൽ വന്നാൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഉള്ളിലും സീറ്റ് ഉണ്ടെന്ന്. അപ്പം ഇങ്ങനെ നമുക്ക് കെട്ടിക്കൊടുക്കാം. ഇതും ചെറുതാക്കും വലുതാക്കും ഒക്കെ ചെയ്യാം. പിന്നെ ഞാൻ ഇന്ന് കുറേ ട്രൈ ചെയ്ത് നടന്ന് ഞാൻ വാങ്ങിച്ചതാണ്. ഇത് ഒട്ടിപ്പാട്ടോ. ഇത് ഇതേപോലെയല്ല ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ ഉദ്ദേശിച്ചത് എനിക്ക് കിട്ടിയിട്ടില്ല. അത് എറണാകുളത്ത് ലുലു മാളിലുണ്ട് എന്നാണ് എനിക്ക് ഒരു വിശ്വാസം തോന്നുന്നത്. ഇൻഷാ അല്ലാ ഈ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആ വഴിക്ക് പോകുമ്പോൾ പിന്നെ പോയി നോക്കണം. അപ്പോൾ ഇത് കണ്ടോ, ഇതേപോലെ ഒട്ടിപ്പ്. അപ്പോൾ അതിൻ്റെ അതേ മേലിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഇതേപോലെ അത്ര വൃത്തിയായിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റായിട്ട് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അതിനായിട്ടുള്ള ഒരു പ്രോബ്ലം ഇതിലുണ്ട്. പിന്നെ ഇങ്ങനത്തെ പമ്പേഴ്സ് പറഞ്ഞാൽ 1-2 ഒക്കെ ഉണ്ടായാൽ തന്നെ നമുക്ക് ധാരാളം മതി. ഇത് 2 മീറ്റർ തുണി കൊണ്ട് നമുക്ക് 2 പമ്പേഴ്സിന് കിട്ടുള്ളൂ. ഏപ്പൊന്നും വരാൻ പാടില്ലല്ലോ. പിന്നെ നമുക്കതിൽ ചെറിയ പീസുകൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ തുണിക്ക് വെച്ച് കൊടുക്കാം. ഇതേപോലെ ഞാൻ 3 തുണിയാണ് ചെയ്തിട്ടുള്ളത്. 3 തുണിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ പമ്പേഴ്സ് ഇങ്ങനെ എടുത്ത് വെക്കാം. അപ്പോൾ ഇത് നമ്മൾ ചെറിയ കൊട്ട അറിഞ്ഞല്ലോ, ഈ ചെറിയ കൊട്ട ഇത് എന്തായാലും
ഹോസ്പിറ്റലിൽ നിന്ന് കുട്ടികൾക്ക് മരുന്ന് ഇതൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സാധനം കുട്ടീൻ്റെ സാധനങ്ങൾ തന്നെ വെക്കാൻ വിചാരിച്ചിട്ട് അതേപോലെ തന്നെ ഒരു ചെറിയ കൊട്ട വാങ്ങിച്ചതാണ്. അപ്പോൾ എൻ്റെ പരിപാടി ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇതാണ് ഞാൻ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, ഇതിപ്പോൾ 4 പീസ് ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് 1 2 3 4 പീസ് ചെറുതാക്കി വെച്ചിട്ട് ഇങ്ങനെ വെച്ച്, അപ്പോൾ ഇത് കൂട്ടി 5 പീസ് ഉണ്ട്. ഇതേപോലെ ഒരു 5 പീസ് 4 പീസ് വെച്ച് ഒരു പീസ് ഇങ്ങനെ വെച്ചിട്ട് ഇതുമലാണ് കേട്ടോ അടിച്ചു കൊടുക്കണത്. എന്നിട്ട് അതിനാണ് ഞാൻ ബോർഡർ കൊടുക്കണത്. അപ്പോൾ അത് ഞാൻ ഈ ഡിസൈനിൽ ചെയ്യാൻ വിചാരിച്ചിട്ട് വെച്ചതാണ്. അപ്പോൾ പമ്പേഴ്സിൻ്റെ അതേ ഒരു തുണി ആയിക്കോളും വിചാരിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത പീസാണ്. അതിൻ്റെ അതേപോലെ തന്നെ 4 മീറ്റർ ഇങ്ങനത്തെ ഇത് വാങ്ങിയാലും നമുക്ക് 4 പമ്പേഴ്സിനെ കിട്ടുള്ളൂ. കാരണം വെച്ചാൽ ഒറ്റ പീസല്ലേ വെക്കണുള്ളൂ. പിന്നെ ഇങ്ങനത്തെ പീസുകൾ നിങ്ങൾക്ക് കുറച്ച് കിട്ടും. അത് ഓരോരോ ഇതിൻ്റെ ചോട്ടും. ഇപ്പം ഇത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് കണ്ടോ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മേലെ നമ്മൾ ഇതേപോലെ തുണി വെച്ചിട്ട് ഇങ്ങനെ കൂട്ടിയടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതായി. അതേപോലെ തന്നെ തൊട്ടിത്തുണിയൊക്കെ നിങ്ങൾ ഇതിൻ്റെ മുന്നേ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ തൊട്ടിത്തുണി അതും ഒരേ ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ ഇട്ട് കാണിച്ചു തരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ തൊട്ടിൻ്റെ വല ഉണ്ടല്ലോ, വല ചെയ്ത് അതിന്മേൽ പൂക്കളൊക്കെ വെച്ചതാണ്. അതേമാതിരി എൻ്റെ അടുത്ത് ഒരു 10-18 വർഷം മുന്നുള്ള കിറ്റാണ്. അപ്പോൾ അതും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് വെക്കാൻ കാരണം ഈ പൂക്കൾ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കൂടി പഴയത് കുറച്ച് അവരടുത്ത് ഉള്ളത് തന്നതാണ്. അപ്പോൾ നമ്മൾ കൂടുതലില്ലാത്തതുകൊണ്ട് കുറച്ച് പൂക്കൾ വെച്ച് കൊടുത്തു. ഇതൊക്കെ ഞങ്ങളെ നാട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ പ്രസവിച്ചതിന് 3-ാം ദിവസം കൊണ്ടുപോകാനുള്ളതാണ്. അപ്പോൾ ഒക്കെ ഇങ്ങനെ സാവധാനം ഓരോന്ന് ചെയ്ത് വെച്ചു മാത്രം. അങ്ങനെ 2 തൊട്ടി തുണിയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മാറ്റി വെക്കാം. പിന്നെ അടുത്തതായിട്ട് ഇത് നിങ്ങൾ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇതേ ഡിസൈനിൽ ഞാൻ തലയണോറ ചെയ്തിട്ടുണ്ട്. അതേ ഡിസൈനിൽ തന്നെ ബെഡ്ഷീറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇത് ഞങ്ങൾ ഇതിക്ക് പുതപ്പ് വാങ്ങിക്കാൻ വിചാരിച്ചത് വെലിവെറ്റിൻ്റെ പുതപ്പായിരുന്നു വാങ്ങിക്കാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ അത് ഇപ്പം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അങ്ങനെ വരുന്നില്ല. അപ്പം നമ്മൾ വിചാരിച്ച ഉള്ളതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നല്ലൊരു ഇതിലേക്കുള്ളൊരു ബെഡ്ഷീറ്റ് വാങ്ങി. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഡിസൈൻ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഈ കളർ ഇപ്പോൾ കഴിഞ്ഞു പോയി. നമ്മൾ കടയിൽ പോയപ്പോൾ ഇത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതന്നെ എനിക്ക് ബെഡിനൊക്കെ എന്തോ ഇതുകൊണ്ട് കിട്ടിയതാണ്. ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് കട അടച്ചതുകൊണ്ട് കിട്ടിയതാണ് കേട്ടോ. അല്ലെങ്കിൽ അതും കഴിഞ്ഞു പോയിട്ടുണ്ടാവും. നോമ്പിൻ്റെ കുറേ മുന്നെയാണ് ഞാൻ അത് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമാവും തോന്നുന്നു. ഒരു മാക്സി, ഓപ്പൺ മാക്സി വേണമല്ലോ. അപ്പോൾ ഞാൻ തയ്പ്പിച്ചതാണ്. ഓപ്പൺ മാക്സി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും. അറിയാത്തവരാരുമായിട്ടുണ്ടാവില്ല. ഇതിൻ്റെ പ്രത്യേകത കാണിക്കാനാണ് വിചാരിച്ചത്. ഇപ്പം ഞാൻ എന്താ വെച്ചാൽ മാക്സി ഓപ്പൺ ആക്കി ഇങ്ങനെ തന്നെ തയ്ച്ചിട്ടുണ്ട്. ഞാൻ തയ്ച്ചതല്ല കേട്ടോ, പക്ഷെ ഞാൻ ശ്രമിച്ച് നോക്കിയിട്ടില്ല. ഓപ്പൺ അത് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് കൂട്ടി കൊടുക്കാം. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകത. ഇത് കണ്ടോ സിബ് വെച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞ് ചെയ്യിച്ചാട്ടോ. ഈ സൈഡിലാണ്. അതേപോലെ തന്നെ ഇതിനും ഈ ഭാഗത്തും ഈ സൈഡിലാണ് വെച്ചിട്ടുള്ളത്. അപ്പം നമുക്കിത് എല്ലാവർക്കും ഹെൽപ്പായി ഉണ്ടാവും. ഇനി ചുരിദാർ കഴിക്കുകയാണെങ്കിലും ഇങ്ങനെ വെച്ചാൽ ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഡിസൈന് വൈറ്റും ഇതൊക്കെ തന്നെയാണെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറഞ്ഞൊരു ഇതിൻ്റെ വ്യത്യാസം ഉള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സെറ്റാക്കി ഞാൻ എടുത്തതാണ്. പിന്നെ വെച്ചാൽ ഞാൻ ഇത് കാണിച്ചു തരാം. പമ്പേഴ്സിൻ്റെ ഉള്ളിൽ വെക്കുന്ന തുണികളാണ്. ഇത് അബുദാബിയിൽ നിന്ന് കുറേ വർഷം മുന്നേ ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് കെട്ടുന്ന ഒരു രീതിയുണ്ട്, അത് കാണിച്ചു തരാം. അതൊരുവിധം ആൾക്കാർക്ക് അറിയണ്ടാവും വിചാരിക്കണോ. ഇങ്ങനെ 4ആക്കി ഇങ്ങനെ നടുവാക്കി വന്നത് ചതുരത്തിൽ വേണം ഈ തുണി ഉണ്ടാവാൻ. പിന്നെ ഇതേപോലെ ഒന്നും കൂടി മടക്കുക. ഇപ്പോൾ 4 മടക്കായിട്ടുണ്ട്.
നാല് മടക്കായിട്ടുണ്ട്. അത് ഫസ്റ്റ് ലെയർ ഉണ്ടല്ലോ, ഇതാ ഇത് ഇങ്ങനെ വലിക്കുക. വേണ്ട ഇപ്പം എന്തായി നമ്മളത് ഇത് കോണായിട്ടുണ്ട്. ഇതാണ്ട് ഇത് കോണായിട്ടുണ്ട്. ഇനി ഇതാ ഇവിടെ പിടിക്കുക. ഇപ്പം നമ്മളെ കോണൊന്നും കാണുന്നില്ലല്ലോ. അപ്പൊ ഇവിടെ കോണും കാണുന്നുണ്ട്, ഇവിടെ ചതുരും കാണുന്നുണ്ട്. അപ്പൊ ഈ ചതുര ഭാഗം ഇങ്ങനെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് കുട്ടിനെ ഇവിടെ കെട്ടിയിട്ട് ഈ ഭാഗം കൊണ്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കാറാണ് ചെയ്യുക. ഇപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഇതിൽ വെക്കാൻ വേണ്ടിയിട്ടും ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ കെട്ടുക ചെയ്യുക. ഇവിടെയാണ് കുട്ടിൻ്റെ അരഭാഗം വരിക, ഇത് കുട്ടിൻ്റെ കാലിൻ്റെ അയഭാഗം വരും. അപ്പൊ ഇങ്ങനെയാണ് ഇത് വെച്ച് കൊടുക്കുക. അപ്പൊ ഇത് അരഭാഗം, ഇത് കാലിൻ്റെ അയഭാഗം. അപ്പൊ ഇങ്ങനെ വെച്ച് കൊടുത്ത് ഇങ്ങനെ കെട്ടി കൊടുക്കുകയാണ് ചെയ്യുക. ഇപ്പൊ ഇങ്ങനെ കെട്ടിയതിന് ശേഷം നമുക്ക് ഈ പമ്പേഴ്സ് യൂസ് ചെയ്യാം. ഇതിപ്പോ വാങ്ങിച്ചതാന്ന് പറഞ്ഞല്ലോ, അതേപോലെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് അറിയാം, ഇങ്ങനത്തെ കുറച്ച് തുണികൾ നമ്മളെ തൊട്ടി തുണീൻ്റെ അതേ തുണി വാങ്ങിച്ചിട്ട് തയ്ച്ചിട്ടുണ്ട്. അത് തയ്ച്ച് അതിൻ്റെ സൈഡൊക്കെ അടിച്ചു കൊടുത്തിട്ട് ഞാൻ തേച്ചെടുത്തതാണത്. അതും ഇതേപോലെ തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ഈ കൊട്ടയും ഞാൻ അതേപോലെ തന്നെ കളറ് ഒപ്പിച്ച് വാങ്ങിച്ചതാണ്. അപ്പം ഇതിൻ്റെ ഏകദേശം ഡിസൈനിങ് ഒക്കെ ഒരേപോലെ ആയിട്ടുണ്ട്. ഞാൻ ഈ റൂമിൽ ഇത് നല്ലവണ്ണം ഒന്ന് പിരിച്ചിട്ട് കാണിച്ചു തരാം. തൊട്ടി നല്ലവണ്ണം കെട്ടിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് ഡിസൈൻ ചെയ്ത് വെക്കട്ടെ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.